ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ 4 മണി പലഹാരം സ്റ്റീം ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈസിലുള്ള 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം കൊണ്ട് മാത്രമല്ല കേട്ടോ, ചെറുപഴമോ റോബസ്റ്റയോ നമുക്ക് ഇഷ്ടമുള്ള ഏത് പഴം കൊണ്ട് വേണമെങ്കിലും ഈ സ്നാക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ശർക്കര പാനി അരിച്ചെടുക്കണം. അതിനുശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നെയ്യിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുത്താൽ മതി കേട്ടോ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിൻസും കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാഷ്യൂസിനും റൈസിൻസിനും അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കാഷ്യൂസും റൈസിൻസും പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം നന്നായിട്ട് പഴുത്തതെടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. പഴം നന്നായിട്ട് വഴറ്റി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പലഹാരം കഴിക്കുമ്പോൾ പഴം കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പഴം നന്നായിട്ട് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാഷ്യൂ നട്ട്സും റൈസിൻസും ഇല്ലെങ്കിൽ പോലും ഏത്തപ്പഴവും നാളികേരവും നന്നായിട്ട് വഴറ്റി തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പഴവും നാളികേരവും കാഷ്യൂസും റൈസിൻസും ഒക്കെ നന്നായിട്ട് വഴന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ മുഴുവൻ ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മിക്സായതിനു ശേഷം ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ ബാറ്ററിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ മുഴുവൻ മിക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ബാറ്റർ വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം.
വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാത്രമേ മിക്സ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഞാനിവിടെ ആകെ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം കേട്ടോ. ഇവിടെ ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കേക്ക് ടിന്നിൻ്റെ താഴെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വാഴയിലയിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ വാഴയിലയുടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. അല്പം നെയ്യോ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കണം. വാഴയിലയ്ക്ക് പകരം നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. വാഴയിലയും ബട്ടർ പേപ്പറും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഓയിലോ ഗീയോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. നമ്മുടെ ഈ പലഹാരം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ എല്ലായിടത്തും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കേക്ക് ടിൻ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയേ വേണ്ടൂ. ഇവിടെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച കേക്ക് ടിൻ പതുക്കി ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് നേരം സ്റ്റീം ചെയ്താൽ മതിയാകും. അപ്പോഴേക്കും നമുക്ക് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് സെന്റർ ഭാഗത്ത് ഇതേപോലെ കത്തിയോ ബാംബൂ സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ബാറ്റർ കത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ചു നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ടിന്നിൽ നിന്ന് മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്കിന്റെ ചൂടാറിയിട്ടുണ്ട്. സ്നാക്കിന്റെ ചൂടാറി കഴിയുമ്പോൾ പാത്രത്തിന്റെ സൈഡിൽ നിന്ന് ഇതുപോലെ വിട്ടു വന്നിട്ടുണ്ടാകും. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ വാഴയില നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയേക്കാം. ഈ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.